സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ ഈ ചാനലിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നു. ക്ഷേമനിധി ബോർഡുമായി ബന്ധപ്പെടുത്തി അവർക്ക് 16 മാസമായി ക്ഷേമനിധി കൊടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു വിഷയം. പക്ഷേ ഇന്നിപ്പോൾ അതിനൊരു വേറൊരു പോസിറ്റീവായിട്ട് വാർത്ത വരുന്നത്, ഹൈക്കോടതി അതിനകത്ത് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാറും ജസ്റ്റിസ് ബസന്ത് ബാലാജിയും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഒരു ചോദ്യം ചോദിച്ചത് എന്തുകൊണ്ട് ഇവർക്ക് ശമ്പളം കൊടുക്കാൻ പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല, അതിന് എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ എന്നുള്ളതാണ്. കേരള ജനറൽ വർക്കേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാന്തോട്ടം നൽകിയ ഹർജിയിലാണ് ഒരു വാദം വന്നത്. അപ്പോൾ അതിൽ നിന്നാണ് സർക്കാർ പറയാൻ ശ്രമിച്ചത് 500 കോടി രൂപ കടമെടുക്കുകയാണ്, പെൻഷൻ വൈകുന്നത് എന്താണെന്ന് ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കടത്തിന്മേൽ കടവുമായിട്ട് ഇങ്ങനെ പെൻഷൻ ബോർഡ് പോവുകയാണെന്നുള്ളത് കെറ്റി കണ്ണാടൻ, അദ്ദേഹം തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ അംഗമാണ്. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ കടത്തിന്മേൽ കടവും ആകെ കൺഫ്യൂഷനായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 3,60,000 പേർക്ക് ഇപ്പോൾ കൊടുക്കാനുണ്ട്, പെൻഷൻ കൊടുക്കാനുണ്ട്. 16 മാസമായി അവർക്ക് കുടിശ്ശികയാണ്. അപ്പോൾ വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഏകദേശം ഒരു 650 കോടി രൂപ കടത്തിലാണ് പോകുന്നത്. അതേസമയം തന്നെ 1,293 പേരെ സ്ഥിരപ്പെടുത്താനുള്ള ഫയൽ നീങ്ങുന്നുണ്ട്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കോടതിയിൽ കേസ് വന്നത്. ക്ഷേമനിധി ബോർഡ് നഷ്ടത്തിലോടുമ്പം തന്നെ 293 പേരെ എന്തിന് സ്ഥിരപ്പെടുത്തണം, അത് സാമ്പത്തിക ബാധ്യത വരുത്തില്ലേ എന്നുള്ള ഹർജിയിലാണ് ഈ തീരുമാനം വന്നത്. എന്തായാലും കോടതി വളരെ സീരിയസ് ആയിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. നമ്മൾ സുഭാഷിതം ചാനൽ നിരവധി വീഡിയോസ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തു. നമ്മളിപ്പോൾ സർക്കാരിനെ കുറ്റം പറയുക അല്ലെങ്കിൽ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ സിസ്റ്റത്തെ അതൊന്നും നമ്മുടെ ജോലിയല്ല. പക്ഷേ നാട്ടിൽ നടക്കുന്ന പാവപ്പെട്ട കഷ്ടപ്പെട്ട ദരിദ്രരായിട്ടുള്ള അശരണരായിട്ടുള്ള ആളുകൾ 60 വർഷം കെട്ടിട നിർമ്മാണ തൊഴിലാളി ചെയ്ത് വല്ല കെട്ടിടത്തിൻ്റെയൊക്കെ മണ്ടയിലിരുന്ന് വീഴാതെ രക്ഷപ്പെട്ട് വന്ന് അവസാനം പെൻഷൻ പെട്ടി ചുമച്ച് കുരച്ച് ഇരിക്കുമ്പോൾ ബിപിയും ഷുഗറും കൊളസ്ട്രോളും ഒരുപാട് അസുഖങ്ങളായിട്ടിരിക്കുമ്പോൾ കുറച്ച് ചെറിയൊരു തുക കിട്ടണ്ടേ, വളരെ നാമമാത്രമായ തുകയല്ലേ കിട്ടുന്നുള്ളൂ. ആ പെൻഷൻ കിട്ടാതിരിക്കുന്നതിലുള്ള ഒരു വിഷമമാണുള്ളത്. എന്തായാലും കടമെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നൊക്കെ ചിലപ്പോൾ കടമെടുത്തെന്നിരിക്കും. അങ്ങനെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് കടമെടുത്തുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് തന്നെയാണ് കേൾക്കുന്നത്. എന്തായാലും ശുഭവാർത്തയാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ 16 മാസത്തെ കുടിശ്ശിക ചിലപ്പോൾ കുറച്ച് മാസത്തെങ്കിലും കൊടുക്കാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത് എന്നും ഞങ്ങൾ സുഭാഷിതം ചാനൽ ജനങ്ങളോടൊപ്പം.